Once again, all of you, welcome back to my YouTube channel. My name is Adra. So today we are going to discuss some questions related to class 7th chemistry chapter, and the chapter name is physical and chemical changes. Then our topic, some questions related to the second chemistry chapter of class 7. The first question: which of the following statement is incorrect regarding the burning of a candle? Which of the following statement is incorrect? താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത് എന്ന് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, കണ്ടെത്താൻ. എന്തുമായി റിലേറ്റ് ചെയ്തിട്ട് ബേണിംഗ് ഓഫ് കാൻഡിലുമായി റിലേറ്റ് ചെയ്യുമ്പം താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ് എന്ന് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, കണ്ടെത്താൻ. ഇപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മെൽറ്റിംഗ് ഓഫ് എ വാക്സ് ഈസ് ഫിസിക്കൽ ചേഞ്ച്. മെൽറ്റിംഗ് ഓഫ് വാക്സ് ഈസ് എ ഫിസിക്കൽ ചേഞ്ച്. മെഴുക് ഉരുകുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ് എന്ന് പറയുന്നത് ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതിനകത്ത് തെറ്റൊന്നും തന്നെ ഇല്ല. Then second one, burning of thread is a chemical change. ത്രെഡ് ബേൺ ആവുന്ന ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. കാരണം ആ ത്രെഡ് ബേൺ ആയി കഴിഞ്ഞാൽ അത് ആശാവും. ഒരിക്കലും നമുക്ക് ആ ആശിനെ തിരിച്ച് എന്താക്കാൻ പറ്റില്ല, ത്രെഡ് ആക്കാൻ സാധിക്കില്ല. സോ അത് ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ദ പ്രോസസ് ഈസ് എൻറ്റയർലി റിവേഴ്സിബിൾ. തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ബേണിംഗ് ഓഫ് ദാറ്റ് ത്രെഡ് ആൻഡ് മെൽറ്റിംഗ് ഓഫ് വാക്സ് ഈസ് എൻറ്റയർലി റിവേഴ്സിബിൾ. നമുക്ക് ആ മെഴുക് ഉരുകിയാൽ അതിനെ തിരിച്ച് പഴയതുപോലെ ആക്കാനും അതേപോലെ കത്തിത്തീർന്ന ആ ത്രെഡിനെ തിരിച്ച് അതാക്കാനും നമ്മൾക്ക് സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ തെറ്റുണ്ട്. ദെൻ ലാസ്റ്റ് വൺ മോർ ഈസ് ദെയർ. ദ ആഷ് പ്രൊഡ്യൂസ്ഡ് ഈസ് എ ന്യൂ സബ്സ്റ്റൻസ്. അവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആഷ് എന്താണ്, ഒരു പുതിയ വസ്തു ആണ്. ദ ആഷ് പ്രൊഡ്യൂസ്ഡ് ഈസ് എ ന്യൂ സബ്സ്റ്റൻസ്. അപ്പം ആ ത്രെഡ് കത്തിയിട്ട് നമുക്ക് കിട്ടിയ പുതിയ വസ്തു തന്നെയാണ് എന്ത്, ആഷി എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് യാതൊരു തെറ്റും ഇല്ല. സോ ഇതിനകത്ത് തന്നിരിക്കുന്ന ഓപ്ഷൻ സി ഈസ് ദ റോങ് ആൻസർ. മീൻസ് ഓപ്ഷൻ സി എന്തായിരുന്നു തന്നിരുന്നത്, ദ പ്രോസസ് ഈസ് എൻറ്റയർലി റിവേഴ്സിബിൾ. നമുക്ക് തന്നിരിക്കുന്ന പ്രോസസ്സ് പൂർണ്ണമായും റിവേഴ്സ് ആക്കാം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. ആ ഉരുകിയ മെഴുകിനെ തിരിച്ച് നമുക്ക് പഴയ പോലെ സോളിഡ് ആക്കി മാറ്റാൻ സാധിക്കും. എന്നാൽ കത്തിത്തീർന്ന ത്രെഡിനെ എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, തിരിച്ച് അതേപോലെ ഒരു ത്രെഡ് ആക്കാൻ സാധിക്കത്തില്ല. സോ ഓപ്ഷൻ സി ആയിരുന്നു എന്ത്, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ദെൻ യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when milk turn into curd, which of these changes occur? അപ്പം മിൽക്ക് എന്തായി മാറി, കേർഡായിട്ട് തൈരായിട്ട് മാറിയാൽ താഴെ പറയുന്നതിൽ ഏതൊക്കെ ചേഞ്ചസ് സംഭവിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ഓപ്ഷൻ, ഇറ്റ് ചേഞ്ചസ് ടേസ്റ്റ്. അതിന്റെ രുചിയിൽ വ്യത്യാസം ഉണ്ടാകും. കറക്റ്റ് ആണ്. അതിന്റെ നമ്മൾ പാല് ഒരു തൈരായിട്ട് മാറുമ്പോഴത്തേക്ക് അതിന്റെ രുചിയിൽ കൃത്യമായിട്ടും വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. Then next one, it changes from liquid to semi solid. അത് ലിക്വിഡിൽ നിന്ന് ഒരു സെമി സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നുണ്ട്. പൂർണ്ണമായും സോളിഡ് സ്റ്റേറ്റിലേക്ക് അല്ല, ഒരു സെമി സോളിഡ് സ്റ്റേറ്റിലേക്ക് കേർഡ് വരുന്നുണ്ട്. ആ മിൽക്ക് മാറി കേർഡിലേക്ക് എത്തുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഇറ്റ് പ്രൊഡ്യൂസസ് എ ന്യൂ സബ്സ്റ്റൻസ്. കാരണം മിൽക്ക് എന്നത് മാറി പുതിയതായിട്ട് കിട്ടിയ ഒരു വസ്തുവാണ് എന്തെന്ന് പറയുന്നത്, കേർഡ് എന്ന് പറയുന്നത്. അതൊരു പുതിയ വസ്തു തന്നെ ആണ്. ദെൻ നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് റിവേഴ്സിബിൾ ചേഞ്ച്. മീൻസ് ദാറ്റ് കേർഡ് ക്യാൻ ബി കൺവേർട്ടഡ് ടു മിൽക്ക്. ആ കേർഡിനെ തിരിച്ച് നമുക്ക് എന്താക്കി മാറ്റാൻ സാധിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്, മിൽക്ക് ആക്കി മാറ്റാൻ സാധിക്കും. ദാറ്റ് വൺ ഈസ് റോങ്. ഒരിക്കലും നമുക്ക് തൈരിനെ എന്താക്കി മാറ്റാൻ സാധിക്കത്തില്ല, മിൽക്കിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം ആ ലാസ്റ്റ് പറഞ്ഞ ഓപ്ഷൻ തെറ്റും അതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന 3 ഓപ്ഷൻസും എന്താണ്, കറക്റ്റും ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, തിരിച്ചറിഞ്ഞ് എഴുതേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇവിടെ അതിന്റെ സബ് ഓപ്ഷൻസ് ആയിട്ട് ഇത് അതിൽ തന്നിരിക്കുന്ന 4 എണ്ണം, അതിൽ നിന്ന് നമ്മൾ കറക്റ്റ് എന്ത് ചെയ്യണമായിരുന്നു, കണ്ടെത്തി എഴുതണമായിരുന്നു. അങ്ങനെ വരുമ്പോൾ ആൻസർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്തായിരുന്നു, എ ആൻഡ് സി ഓൺലി. എയും സിയും മാത്രമാണ് ശരി എന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ല, നമുക്ക് ബി എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റും എന്തായിരുന്നു, കറക്റ്റ് ആയിരുന്നു. അപ്പം എ ആൻഡ് സി ഓൺലി ഈസ് ദ കറക്റ്റ് ആൻസർ എന്ന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ സാധിക്കത്തില്ല. ദെൻ നെക്സ്റ്റ് വൺ, എ ബി ആൻഡ് സി ഓൺലി. എയും ബിയും സിയും ശരിയാണ് എന്ന് പറയുന്നത് എന്താണ്, കറക്റ്റ് ആയിട്ടൊരു ഉത്തരം ആണ്. ദെൻ സി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ, എല്ലാം ശരിയാണ്. എല്ലാം ശരിയല്ല, അതിനകത്ത് 3 എണ്ണം മാത്രമേ എന്തുള്ളൂ, കറക്റ്റ് ആയിട്ട് വരുന്നുള്ളൂ. ദെൻ ഡി ആൻഡ് ബി ഓൺലി. ഡിയും ബിയും മാത്രമാണ് ശരിയെന്ന്, അതും ഒരു തെറ്റായിട്ടുള്ള ആൻസർ ആയിരുന്നു. ദെൻ ഓപ്ഷൻ ബി, എ ബി ആൻഡ് സി ഓൺലി എന്ന് പറഞ്ഞതായിരുന്നു എന്ത്, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, consider the reaction where copper sulfate solution is mixed with iron nail. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ അയൺ നെയിലുമായിട്ട് റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഒന്ന് കൺസിഡർ ചെയ്യുക. Then and a brown deposit forms on the nails. ആ നെയിലിന്റെ പുറത്ത് ഒരു ബ്രൗൺ ഡെപ്പോസിറ്റ് ഫോം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ, ആൻഡ് ദ സൊല്യൂഷൻ ചേഞ്ചസ് ഫ്രം ബ്ലൂ ടു ഗ്രീൻ. ആൻഡ് സൊല്യൂഷൻ എന്തിൽ നിന്ന്, ബ്ലൂവിൽ നിന്ന് ഗ്രീനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. which statement best describes this change? താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന റിയാക്ഷനെ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എന്നതാണ് നിങ്ങളുടെ
ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോത്ത് എ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ച് ഒക്കർ ആൻഡ് ദ പ്രോസസ് ഈസ് റിവേഴ്സിബിൾ. ഒരു ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും സംഭവിക്കും, അത് റിവേഴ്സിബിളും ആണ് എന്ന് പറയുന്നത്. അതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. കെമിക്കൽ ചേഞ്ച് സംഭവിച്ചാൽ നമുക്ക് അതിനെ തിരിച്ച് എന്ത് ചെയ്യാൻ സാധിക്കില്ല? റിവേഴ്സ് ആക്കാൻ സാധിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തെറ്റാണ് അത്. ദെൻ സെക്കൻഡ് വൺ, only a chemical change occurs producing iron sulfate and copper and the process is irreversible. ഒരു കെമിക്കൽ ചേഞ്ച് സംഭവിച്ചിട്ട് പുതിയൊരു വസ്തു ഉണ്ടാകുന്നുണ്ട്, ആ റിയാക്ഷൻ ഇറിവേഴ്സിബിൾ ആണ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ, only a physical change occurs as the color change. ഫിസിക്കൽ ചേഞ്ച് ആണ് സംഭവിക്കുന്നത്, അത് കളർ ചേഞ്ച് ആണ് എന്ന് പറയും. പക്ഷേ കെമിക്കൽ റിയാക്ഷന്റെ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് കളർ ചേഞ്ച് പറയുന്നുണ്ട്. അപ്പം അതും തെറ്റാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ, അപ്പം ബോത്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ഒക്കോസ് ആൻഡ് ഇറ്റ് ക്യാൻ ബി റിവേഴ്സ്ഡ്. ഫിസിക്കലും കെമിക്കലും സംഭവിക്കും, നമുക്ക് അതിനെ തിരിച്ച് കൺവേർട്ട് ചെയ്യാനും സാധിക്കും എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും എന്താണ്? തെറ്റാണ്. അപ്പം ഓപ്ഷൻ ബി, ഒരു കെമിക്കൽ ചേഞ്ച് സംഭവിച്ച് പുതിയൊരു വസ്തു ഉണ്ടാകുന്നു എന്നതും ആ റിയാക്ഷൻ ഇറിവേഴ്സിബിൾ ആണ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ബി ആയിരുന്നു എന്ത്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ദെൻ യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആയിരുന്നു. അസേർഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കോട്ടിംഗ് ആൻഡ് അയൺ ഷീറ്റ് വിത്ത് എ ലെയർ ഓഫ് സിങ്ക് ഈസ് കോൾഡ് ഗാൽവനൈസേഷൻ. അപ്പം അയണിന്റെ പുറത്ത് നമ്മൾ സിങ്ക് കോട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഗാൽവനൈസേഷൻ. അപ്പം അസേർഷനിൽ യാതൊരു തെറ്റും തന്നെ ഇല്ല. ദെൻ റീസൺ, the process which converts iron to iron oxide in the presence of moisture and air is called rusting. അയൺ എയറും മോയ്സ്ചറും ആയിട്ടൊക്കെ റിയാക്ട് ചെയ്തിട്ട് വാട്ടറിന്റെ പ്രസൻസിൽ അത് അയൺ ഓക്സൈഡ് അതായത് റെസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പം അസേർഷനും തന്നിരിക്കുന്നത് ശരിയാണ്, റീസണും ശരിയാണ്. പക്ഷേ അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്തായി തന്നിരിക്കുന്നത്? റീസൺ ആയിട്ട് തന്നിരിക്കുന്നത്. സോ അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ, ബട്ട് ദ റീസൺ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. അസേർഷനും റീസണും കറക്റ്റ് തന്നെയാണ്, പക്ഷേ അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല റീസൺ ആയി തന്നിരിക്കുന്നത് എന്നതാണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ദെൻ നിങ്ങൾക്ക് കുറച്ച് എലമെന്റ്സ്, കോമ്പൗണ്ട്സ്, അങ്ങനെ കുറച്ച് വസ്തുക്കൾ ഒരു ബ്രാക്കറ്റിൽ തന്നിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു? അതിൽ നിന്നൊരു 2 വേർഡ് ഇക്വേഷൻ എഴുതുക എന്ന് പറഞ്ഞൊരു ക്വസ്റ്റൻ ആയിരുന്നു അടുത്തതെന്ന് പറയുന്നത്. ഇപ്പൊ റൈറ്റ് വേർഡ് ഇക്വേഷൻ ഫോർ 2 കെമിക്കൽ റിയാക്ഷൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെറ്റീരിയൽസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് 2 വേർഡ് ഇക്വേഷൻസ് എഴുതുക. അപ്പൊ നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എയോ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എയർ ആയിരുന്നു. സെക്കൻഡ് വൺ കോപ്പർ സൾഫേറ്റ്, തേർഡ് അയൺ വിനെഗർ. Then next one is iron oxide, carbon dioxide, iron sulfate, copper, lime water. Last one is water. ഇത്രയും വസ്തുക്കൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ നിന്ന് കൃത്യമായിട്ടൊരു വേർഡ് ഇക്വേഷൻ എഴുതൂ എന്നതായിരുന്നു നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത് കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ് പ്ലസ് കോപ്പർ സൾഫേറ്റ് അയണുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. കോപ്പർ സൾഫേറ്റ് റിയാക്ട്സ് വിത്ത് അയൺ. കോപ്പർ സൾഫേറ്റ് അയണുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അയൺ സൾഫേറ്റ് പ്ലസ് കോപ്പർ എന്നൊരു ആൻസർ കിട്ടും. അപ്പം ഈ ആൻസർ എന്താണ്? കറക്റ്റ് ആണ്. അപ്പം റിയാക്ടൻസും പ്രോഡക്റ്റും തന്നിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് നമ്മൾ എന്ത് മാത്രം എടുത്ത് അതൊന്ന് എടുത്തൊരു ഇക്വേഷൻ ആക്കി വെക്കുക എന്നതായിരുന്നു നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് റെസ്റ്റ് ഫോർമേഷനും അതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ സാധിക്കും. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് റെസ്റ്റ് ഫോർമേഷൻ ആണെങ്കിൽ ഫസ്റ്റ് അയൺ വേണം, പ്ലസ് എയോ പ്ലസ് വാട്ടർ. ഇതവിടെ തന്നിട്ടുണ്ടായിരുന്നു. ദെൻ അപ്പൊ നമുക്ക് എന്ത് കിട്ടണം? അയൺ ഓക്സൈഡ് ഫോം ചെയ്യണം. ഓക്കെ, ഇതായിരുന്നു ആ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കേസ് സ്റ്റഡി ആയിരുന്നു. ഒരു കേക്ക് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഇവിടെ തന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് ബേക്കിംഗ് സോഡ ആൻഡ് വിനെഗർ? വിനെഗറിന്റെയും ബേക്കിംഗ് സോഡയുടെയും കെമിക്കൽ നെയിം എന്താണ്? അപ്പൊ വിനെഗറിനകത്തെ കണ്ടന്റ് അസെറ്റിക് ആസിഡ് ആണ്. അപ്പം അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? അസെറ്റിക് ആസിഡ് എന്നത് ആൻസർ ആയിട്ട് വരും. ദെൻ ബേക്കിംഗ് സോഡയുടെ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്നതായിരുന്നു ആൻസർ. The next one എന്ന് പറയുന്നത് when vinegar and baking soda were mixed together the pairs forms up. What is the reason behind this? അപ്പം വിനെഗറും ബേക്കിംഗ് സോഡയും കൂടെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്, അത് നല്ല സ്പോഞ്ചി ആയിട്ട് മാറുന്നുണ്ട്. എന്താണ് കാരണമെന്ന്? കാരണം അവിടെ എന്ത് ഫോം ചെയ്യുന്നു? കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് അവിടെ ഫോം ചെയ്യുന്നത് കൊണ്ടാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് what 2 things would happen if the gas produced in the above case is passed through lime water? ഇവിടെ ഫോം ചെയ്ത ഗ്യാസിനെ ലൈം വാട്ടറിലോട്ട് പാസ് ചെയ്യിക്കുമ്പോൾ എന്തെല്ലാം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും? അപ്പം ലൈം വാട്ടർ ടേൺ മിൽക്കി ആവുന്നുണ്ട്, ദെൻ കാൽസ്യം കാർബണേറ്റും ഫോം ചെയ്യും. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് കെമിക്കൽ റിയാക്ഷൻ. അതിന്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ, അതായത്
ബേക്കിംഗ് സോഡയും വിനെഗർ. ബേക്കിംഗ് സോഡ പ്ലസ് വിനെഗർ ഗീവ്സ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് അതർ സബ്സ്റ്റൻസ്. ഇതായിരുന്നു നിങ്ങളുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.